ആ അത് പക്ഷെ അത് അപ്പുറത്തെ ഒരു പടം കണ്ടത് നല്ലതായിരുന്നു. ജയലക്ഷ്മിയില് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് വേടാ കൊണ്ട് വണ്ടി സത്യം പറഞ്ഞാൽ ഇവിടെ ഇടാനുള്ള പാർക്കിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ ഇടാൻ സമ്മതിക്കും. ഒരു ഓണത്തിൻ്റെ പൂക്കളമൊക്കെ ഇടുകയാണല്ലോ. അല്ല ആദ്യം എൻ്റെ ഡ്രസ്സ് നോക്കാം. ഇവൻ്റെ ആദ്യ കുർബാന കൈക്കുളപ്പാണ്. എന്താ സൂട്ട് നോക്കിയിട്ടൊന്ന് ഞാൻ പറഞ്ഞില്ലേ കോട്ട് അഞ്ചലോ മര്യാദയ്ക്ക് നേരെ ഈ കളർ വേണ്ടല്ലോ അല്ലേ? കോട്ട് കറുപ്പിടാ അല്ലേ? ബാക്കി വെള്ളം മതി അല്ലേ? ഇച്ചിരി വലിയ ഇച്ചിരി വേറെ ഇച്ചിരി വൈറ്റ് ഒന്ന് കാണിക്കാൻ പറ്റാതെ നോക്കിയാൽ വൈറ്റ് കോട്ട് വൈറ്റ് കിട്ടില്ല. കുറച്ച് കോട്ട് ഈ സൂട്ട് അല്ലാതെ വേറൊരു മോഡലില്ല ഇതിങ്ങനെ ഈ കോളറൊക്കെ വന്നിട്ടുള്ള ടൈപ്പ് ഒരു ഇതെന്ന് പറയുമ്പോൾ 2 സെറ്റാണ്. 2 സെറ്റ് എന്ന് പറഞ്ഞാൽ ഫേസ് കോട്ടായിട്ട് ഉപയോഗിക്കാം. ഓക്കെ ഇതെല്ലാവർക്കും ഉള്ളതാണ്. സിംഗിളായിട്ട് ക്രീം കളർ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാലോ. വേറെ ആഷ് ബ്ലാക്ക് ക്രീമേ ഉള്ളൂ. നോക്കിയടാ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ അത് വേണം. ഈ ബ്ലാക്ക് അതൊരു കളർ ഇതില്ലെന്നേ. മറ്റേ കല്യാണത്തിന് എടുത്തേക്കണേ അത് വെള്ളം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കളർ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടോ? നോക്കുന്നതിന് കുഴപ്പമുണ്ട് കേട്ടോ. ഇതിന്റെ മേത്തോട്ട് ഇട്ട് നോക്കിയാൽ മതിയല്ലോ.
അത് ഇവന് ഇഷ്ടപ്പെട്ടു. കൈ കൊടുത്തേ, കൈയിട്ട് വിട്ടെ. അതല്ല ഇത് തന്നെ. അവിടെ ഇട്ട് രണ്ട് കൈ കിട്ടണം. അങ്ങനെയാണ് ആ, നിങ്ങളുടെ ഇവിടെ ഇത് വേണമെന്നൊന്നുമില്ല, വെള്ളം വേണമെന്നൊന്നുമില്ല. ഇത് വാങ്ങാം. നിനക്ക് ഇഷ്ടപ്പെട്ടായിരുന്നല്ലേ? ഇതാകുമ്പോ ഇടയ്ക്ക് വേണമെങ്കിൽ അതും ഇത് ഊരിയിട്ട് അത് മാത്രം വീട്ടിൽ ഫംഗ്ഷൻ അതും ഇതല്ലേ. ടൈയും ഉണ്ടല്ലോ അല്ലേ അതിൻ്റെ അകത്ത്? പാൻറ് ഒന്നിട്ട് നോക്കുന്നതിന് കുഴപ്പമുണ്ടോ? കൊച്ചുവെന്ന് കറക്റ്റ് ആയിടേണ്ട കാര്യമില്ലല്ലോ. കറക്റ്റ് സാധനം വേണമെന്ന് ഇട്ട് നോക്കണം കൂട്ടാ. വേണ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇടാഴ്ച അല്ലേ? നല്ലതല്ലേ പപ്പ ഇത്? ഇത് നല്ലതല്ലേ? ആ ടൈ ഉണ്ട്. എല്ലാം വരും. അത് ഇതാണ് ഇതിന്റെ നല്ല സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഏത് കളർ ഉപയോഗിക്കാം. അകത്തോട്ട് കയറുമ്പോൾ ഈ സൂട്ടൊന്നും ഇടത്തില്ല എന്നുള്ളത്. ഷർട്ടും പാൻറ്റും മാത്രമല്ലേ ഉപയോഗിക്കുള്ളൂ. പിടിച്ചാൽ മാറാൻ പാടില്ല. കൈ രണ്ട് കൈ അയച്ചാൻ്റെ ഫോണിൽ ഫോട്ടോ എടുക്കാൻ മറ്റേ ഇതിന് കൊടുക്കാമല്ലോ സാധനം ജീവിതത്തേക്ക്. മൊത്തത്തിൽ വരുമ്പോഴാണ് അതൊരു ഇത് വേണ്ടത്. സെപ്പറേറ്റ് ആകുമ്പോഴത്തേക്കും അവര് ഫോട്ടോ ഇട്ടു. ഈ തൽക്കാലം ഇതിൻ്റെ ഉള്ളിൽ ടച്ച് ചെയ്യാനൊരു ഫോട്ടോ പൊട്ടിക്കണ്ട. അതല്ല ഫോട്ടോയെ മറ്റേ അവന്റെ വാച്ച് കിട്ടും. മറ്റേ കൈയും കൂടെ മേടിച്ചിട്ടല്ല. ആ വാച്ച് അതിന്റെ കയ്യിലേ ഏതായാലും ഫോട്ടോ എടുക്കുമല്ലേ അതിനുള്ള വാച്ച് കയറിയിട്ട്. എന്നതാ ഇതാണ് കേട്ടോ ഞങ്ങൾ ആഞ്ചലോയുടെ ആദ്യ കുർബാന കൈക്കുള്ളപ്പാടിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത്. ഞാനെന്നാ നോക്കട്ടെ. ഇത് മതി. ചുരിദാറാണ്. കൊച്ചു ചിരിച്ചോ കുഴപ്പമില്ല. ആ അതെ മതി. ഞാൻ കൂലി കൊടുത്തേക്കാം. ചെല്ലിടാല്ലേ മോളെ കൊടുക്കടി. ആ അതായത് ആയിക്കോട്ടെ. അവന് ഇടിപ്പിച്ചൊക്കെ നോക്കി അവന് പാകമൊക്കെയാണ്. അത് കാരണം എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അത് കാരണം ഇത് തന്നെ എടുത്ത് മമ്മി എന്നതാ ആ
ഫസ്റ്റ് ഫസ്റ്റ് കുറച്ച് താഴെയല്ലേ? എല്ലാവരും കൂടി നമുക്ക് ഫാൻസി സാരി നോക്കാം. ഫാൻസി സാരി നോക്കാം എല്ലാവർക്കും. അതല്ലേ ആ ഫാൻസി സാരി അതെ അതിനകത്ത് കാണിച്ചത് പറ്റിയതാ എനിക്ക് പറ്റിയത്. ഫ്രണ്ടില് വേണ്ട നമുക്ക്. അങ്ങനെ ഞങ്ങൾക്ക് സാരിയൊക്കെ എടുത്തു കേട്ടോ. ഞങ്ങൾക്ക് എടുത്ത സാരിയാണേ. രണ്ടെണ്ണം അതും ഒരേപോലത്തെ സാരിയൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്ത് എടുക്കുന്ന ഇതാണ്. അപ്പം ഞങ്ങൾ സെലക്ട് ചെയ്ത സാരികളാണ് കേട്ടോ ഈ കാണുന്നത്. വേണ്ട വേണ്ട 3 മതി. ഉടുപ്പ് നോക്കിയിട്ട് വേണം. സാരി ഇഷ്ടപ്പെട്ടത് കിട്ടിയത് കാരണം വലിയ സന്തോഷമായി കേട്ടോ. ഇനി മക്കളുടെ ഉടുപ്പ് നോക്കാം. കട്ട് ചെയ്യണം. മറ്റേ ലൈനിങ് കിടക്കുമ്പോഴേ ഈ കൈ നീളത്തിൽ തയ്ക്കാൻ പറ്റിയ രീതിക്ക് അത് തയ്ക്കാം. കൈ നീളത്തിനെ വെക്കാൻ പറ്റിയ ലൈനിങ് എടുക്കാൻ പറഞ്ഞിരുന്നിട്ട് ബ്ലൗസ് തയ്ക്കണം. രണ്ടെണ്ണ ഷേപ്പ് സ്കേർട്ട്, ഒരെണ്ണം നോർമല്. ഇതല്ലേ നീ എടുത്തേക്കണം? ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ കളർ തന്നെ എടുക്കണമെന്നും പറഞ്ഞ് വന്നതൊന്നുമല്ല. ഞങ്ങൾ ഇഷ്ടപ്പെട്ട് വന്നപ്പോൾ ഈ കളറായി. ലൈറ്റ് കളർ നോക്കി അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ വാ മീ വാ. അല്ല ഇല്ല ഇതിനകത്ത് സാരി വെക്കും. അല്ല ഇത് മാമോദിസ. ആദ്യം ഡാലിയുടെ നോക്കല്ലേ അവക്കല്ലേ. ഇവക്കും വേണം ഇവക്കും വേണം. വേണ്ട ലാച്ചടി നോക്കണം. എനിക്ക് ലാച്ച വേണം. അവിടെ ആരും എന്തോ ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ്. ലാച്ച വേണ്ട, വേറെ എന്തെങ്കിലും മോഡൽ ഡ്രസ്സാണത്. എവിടെ? അത് വേണ്ട, അത് വേണ്ട. അങ്ങനെയുണ്ട് സാർ. ഇച്ചിരി കൂടെ ഒരു തിളക്കമൊക്കെ ഉള്ളൊരു. ഇതുപോലത്തെ നോക്കുന്നുണ്ട്. അതെടുത്തതാ. അത് നല്ല പച്ച നോക്കിയ ആണോ? കൊള്ളില്ല.
എപ്പോഴും ഇടുന്ന ആ ഉടുപ്പ് പോലത്തെ മോഡൽ എടുത്തു കൊടുത്താൽ അവിടെ എപ്പോഴും ഏതാ ആ മറ്റേ ഉടുപ്പ് അത് ഒരുപാട് വലുത്. സിൻഡ്രല്ല എവിടെ ചെല്ലടി പൂർണ്ണമല്ല ഇങ്ങനെ വെച്ചുമാ ഇച്ചിരി കൂടി ഇറക്കം വേണം. വേണ്ടല്ലേ? കറക്റ്റാണ്. അത് മതി. എങ്ങനെയുണ്ട് ടീച്ചേ? വലുതാണോ? വലുതാണോ? വേറെ നോക്കി മാത്രമേ കൊടുത്തു വാങ്ങാൻ തോന്നുന്നു. കൈ ഇറക്കാൻ പറ്റില്ല. ഇതെന്തിനാ ആ ഡ്രസ്സിന്റെ കളർ ലേഡീസ് സെന്ററിലേക്ക് നോക്കിയടി. ബ്ലൗസ് ഉണ്ടായിരുന്നു. ആ ഇത് നല്ല ലേഡി അവർക്ക് ഇച്ചിരി ചെറുതാ. ഇത് മതി. വലുത് വന്നോക്കി. ഇത് കൊള്ളാം. അത്തരം വേണ്ട വലുത്. ആ കറക്റ്റ് അതിട്ട് വേണം ഇട്ട് നോക്കാം. ആണല്ലോ ഇത് പോരെ മോളെ? മതിയല്ല നല്ലതായിരിക്കും സാധനം. ആ ഏതാ ഇത് കൊള്ളാം. നല്ല ഇങ്ങനെയുള്ള മോഡല് വേണ്ടേ? അത് ഇഷ്ടപ്പെട്ടില്ലേ കൂട്ടെ? അത് വേണ്ട അത് വേണ്ട അത് വേണ്ട. ഈ സിൻഡ്രലയുടെ അത്രയും തന്നെ വലുത് കിട്ടും ആയിഷയെ. അത് നോക്ക് പോയി എവിടെയാ നോക്കട്ടെ. എടി സെന്ററിലെ മമ്മിയുടെ ഇരിക്കണാണോ സെന്ററിലേടെ? ആ ആ ഏത് ഇതാണോ സെന്ററിലേക്ക് ഇഷ്ടപ്പെട്ടു? അല്ല എവിടെ ചാക്കുന്നൂര് പോലെ കളറ് മാച്ചിങ് അല്ലല്ലോ. എടി നോക്കിയോടെ പിന്നെ എങ്ങനെയാണ് നീ നോക്കുന്നേ? എങ്ങനത്തെ നോക്കുന്നേ? ഇച്ചേ ഇതെങ്ങനെയുണ്ട് ഇച്ചേ? നല്ല അല്ലേ? ആ നല്ല നല്ല അടി നല്ല അടി. ആ ഉള്ളില് പനിയ മല്ലുണ്ടല്ലോ. എടാ ഇത് നല്ലതല്ലേ? ഞാനാ കാണിച്ചെടുത്തേ. ആ ആ എടുത്തേക്കണ. ആ ആ വെക്ക്. ആ ഞാൻ സെലക്ട് ചെയ്തത് ഒന്ന് ഇട്ട് നോക്കടി ചെല്ല് ചെന്നിട്ട്. ബോയ്സിനുള്ള ഷർട്ടും പാൻറ്റൊക്കെ നോക്കുന്നതാണേ. അവർക്ക് ആ കളറുമായിട്ട് സാരിയുടെ കളറുമായിട്ട് ഏകദേശം മാച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ട് തപ്പുന്നതാണ് കേട്ടോ. കിട്ടിയ സമയത്ത് ഇടയ്ക്ക് ഒരു സെൽഫി എടുത്തതാണ് കേട്ടോ. ഞങ്ങളങ്ങനെ എല്ലാം എടുത്ത് ഇനി പോകാനൊക്കെയുള്ള സമയമായിട്ട് വരുന്നത്. അതിന് മുന്നേ ഒരു കിട്ടിയ സമയത്ത് ഒരു കൊച്ചു സെൽഫി എടുത്തതാണേ.
മോള് ചോദിച്ചതിന് ഞാനും കൂടി ചേർന്നിട്ട് മറ്റവർക്ക് അവിടെ അടുത്തുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു സെൽഫി പോലെ എടുത്തതാണേ. ഞങ്ങൾ ഈ എത്തിയിരിക്കുന്ന ഈ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നേക്കുന്നത് കോട്ടയം ഏറ്റുമാനൂരിലാണ് കേട്ടോ. മഹാലക്ഷ്മി സിൽക്കിലാണ് നമ്മൾ വന്നേക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കളക്ഷനുള്ള ഒരു കടയാണ്. അവിടുത്തെ സ്റ്റാഫുകളാണേലും എല്ലാം നമ്മളോട് ഇണങ്ങി എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ മനസ്സിനിണങ്ങിയതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്ന് നമ്മുടെ ഇഷ്ടത്തിന് അവരെല്ലാം നോക്കിക്കണ്ട് നടന്ന് നമുക്ക് വേണ്ടി ഓരോന്നും കാണിച്ചു തന്ന് നമുക്ക് നല്ലൊരു കടയാണ് കേട്ടോ. കാരണം നമുക്കെല്ലാം നമ്മുടെ കൂടെ നടന്നവരെല്ലാം ചെയ്തു തന്ന് നമ്മൾക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ കറക്റ്റായിട്ട് എല്ലാം സെലക്ട് ചെയ്ത് കൊണ്ടേ തന്ന് ഒരുപാട് കളക്ഷനുണ്ട് കേട്ടോ. ഞങ്ങളെടുത്തത് മോൻ്റെ ആദ്യ കുർബാന കേക്കുളപ്പാൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആങ്ങളുടെ കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ എടുത്തായിരുന്നു ഞാൻ വരുന്നതിന് മുന്നേ തന്നെ. അതവർ ജയലക്ഷ്മി എറണാകുളത്ത് പോയിട്ടാണ് എടുത്തത്. അത് കാരണം ഇനിയിപ്പം എറണാകുളം സൈഡിലോട്ട് പോകണ്ട, നമുക്ക് കോട്ടയം സൈഡിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് ഇങ്ങോട്ട്. കാരണം ഈ കടയുടെ പരസ്യമൊക്കെ ടി വിയിലൊക്കെ വന്നപ്പോൾ ഞങ്ങൾ കണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ വന്ന് ഡ്രസ്സ് എടുത്തിട്ടുള്ള പപ്പയുടെ ഫ്രണ്ട്സ് പറഞ്ഞു നല്ല കടയാണ്, ഒരുപാട് കളക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു എന്നാൽ നമുക്കൊന്ന് പോയി നോക്കാമെന്നും പറഞ്ഞ് വന്നതാണേ. മോൻ്റെ ആദ്യ കുർബാന കൈക്കൊള്ളപ്പാടായത് കാരണം ഒരുപാട് കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സൊന്നും വേണ്ടെന്ന് വിചാരിച്ച് വൈറ്റ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ എടുക്കാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെമ്മക്കളുടെ ആദ്യ കുർബാന കൈക്കൊള്ളപ്പാടിന് ഞങ്ങളെടുത്തത് വൈറ്റ് ഡ്രസ്സായിരുന്നു. അത് കാരണം ഇനി വൈറ്റ് മാറ്റി വേറെ കളറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കാരണം ഈ ചേമന് ലൈറ്റ് കളർ മതി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനത്തെ കളറിലൊക്കെ എടുത്തത് ഡ്രസ്സ്. പിന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ ചുമ്മാക്കെ ഒന്ന് നോക്കി. പിന്നെ ഒരുപാട് ടൈം നമുക്ക് ചിലവഴിക്കാനില്ലാത്ത കാരണം നമുക്ക് വേണ്ടത് എടുത്തുകൊണ്ട് നമ്മൾ പോകുന്നു പെട്ടെന്ന്. ഇപ്പം നമ്മളെടുത്തെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ബില്ലൊക്കെ അടയ്ക്കാനുള്ള ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കോട്ടയത്തൊക്കെ പോകേണ്ടതുണ്ട്. അത് കാരണം നമ്മളിതൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണേ. ഞങ്ങളിവിടെ വന്നത് 2024 സെപ്റ്റംബർ മാസത്തിലാണ് കേട്ടോ ഇവിടെ വന്നത്. അപ്പോൾ അന്ന് ഓണത്തിൻ്റെ ടൈം ആയത് കാരണം വന്ന വഴിക്ക് തന്നെ എൻ്റെ ഫ്രണ്ടിൽ അവർ മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ ഇടുന്നതൊക്കെ കണ്ട്. പിന്നെ നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ ഒന്ന് ഞാൻ വീഡിയോയും പിടിച്ചുകൊണ്ട് നടന്നതാണ്. നമ്മൾ അതിനായിട്ട് വേണ്ടി ഷൂട്ട് ചെയ്തതൊന്നും അല്ല, അതിൻ്റെ ഒരു ഓർമ്മയ്ക്കൊക്കെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഷൂട്ട് ചെയ്തതാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് പറ്റുന്ന പോലെ നമുക്കിത് അപ്ലോഡും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചെടുത്തതാണ്. അവർ ബില്ലൊക്കെ അടിച്ച് തരുന്നത് എടുത്തിട്ട് നമുക്കിനി പോകണം. അതുപോലെ തന്നെ നമ്മൾ ഈ കടയിലോട്ട് വന്നപ്പോൾ നമുക്കറിയില്ലായിരുന്നു അവർ പാർക്ക് ചെയ്യണത്. നമ്മൾ വരുന്ന വണ്ടി നേരെ കടയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നാൽ മതി. അവിടുത്തെ സ്റ്റാഫ് അവരുടെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയിട്ടോളൂ. നമുക്കത് അറിയില്ലാഞ്ഞത് കാരണം നമ്മൾ നേരെ പാർക്കിംഗ് ഏരിയയിൽ വന്ന വഴിയിൽ ആദ്യം പാർക്കിംഗ് ഏരിയ ആയത് കാരണം ഞങ്ങളവിടെ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടൊരു കഷ്ടി ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ കടയിലോട്ട്. അങ്ങനെയാണ് ഞങ്ങൾ ചെന്നത്. നമ്മൾ നേരെ പാർക്കിങ്ങിലൊന്നും ഇടാതെ നേരെ കടയിൽ ചെന്ന് ഇറങ്ങുക. അവിടുത്തെ സ്റ്റാഫ് അവരുടെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് താക്കോല് തന്നോളൂ. അങ്ങനെ ചെയ്താൽ മതി പോകുന്നവർ. അപ്പോൾ നമുക്ക് കടയുടെ ഉള്ളിലെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അല്ലേ? എല്ലാവർക്കും മനസ്സിനിണങ്ങിയ ഡ്രസ്സൊക്കെ കിട്ടിയത് കാരണം എല്ലാവർക്കും സന്തോഷമായി. പിന്നെ എല്ലാവരുടെയും കളറും ഒക്കെ ഒരു മാച്ചിങ് ഒക്കെ ആയിട്ടൊക്കെ വന്നത് കാരണം ഞങ്ങൾക്ക് ഇത്തവണത്തെ ഈ ഒരു ഡ്രസ്സിങ്ങിൻ്റെ ഇതെല്ലാം ഇഷ്ടമായി കേട്ടോ. കല്യാണത്തിൻ്റെ അങ്ങനെ തന്നെയായിരുന്നു. വിജയലക്ഷ്മിയിൽ പോയതും അതും നല്ല ഡ്രസ്സുകളും നല്ല സെലക്ഷനും എല്ലാം ആയിരുന്നു. അപ്പം ഞങ്ങളൊന്ന് കടയിൽ നിന്ന് മാറ്റി പിടിച്ചെന്നേ ഉള്ളൂ. ഈ കടയിൽ ഇതുവരെ പോയിട്ടില്ലാത്തത് കാരണം ഈ ടി വിയിലൊക്കെ പരസ്യം കാണിക്കുമ്പോൾ ഒരാഗ്രഹം അവിടെ നമുക്ക് പോയിട്ടുണ്ടെന്ന് പറയാമല്ലോ, അങ്ങനെ പോയി എടുത്തതാണ് കേട്ടോ. നല്ല കടയാണ് കേട്ടോ. അപ്പോൾ ഇനി ബില്ലൊക്കെ അടച്ചു, ഇനി നമുക്ക് പോകാവേ. ഇത്രയും പെട്ടെന്ന് എടുത്തിട്ട് 12:15 അല്ലേ?
ബില്ലടയ്ക്കാൻ വേണ്ടി വന്ന് നിന്നപ്പോഴാണ് അവിടെ ഒരു സാരികൾ വീണ്ടും ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ ഒരു സാരിയും കൂടിയൊക്കെ എടുത്ത് വീണ്ടും ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവരെല്ലാം കറക്റ്റായിട്ട് എല്ലാം ഓരോന്നും തിരിച്ച് പാക്ക് ചെയ്ത് തന്നു കേട്ടോ. പിന്നെ അവരവിടെ നിന്നൊരു ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷമായി. കാരണം അങ്ങനെയാണല്ലോ, ഗിഫ്റ്റിൻ്റെ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കവർ വേണ്ട പിന്നെയും അവർ വന്ന് നമ്മളോട് ഒരു സമയം നിന്നപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലൈം ജ്യൂസോ കാര്യങ്ങളോ ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ അവർ വീണ്ടും നമ്മുടെ പുറകെ വന്നു കേട്ടോ. നമുക്ക് പിന്നെ വേണ്ട, നമുക്ക് പോകാനുള്ള ടൈം ഇല്ലാത്തത് കാരണം, നമുക്ക് ആദ്യം നിൽക്കാൻ ടൈമില്ലാത്ത കാരണം നമ്മൾ പിന്നെ പോകാനുള്ള ഇതാണ്. ഒരുപാട് സ്റ്റാഫുകളും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ സെഷനിലും. ഇത് നമ്മൾ പാക്കിംഗ് സെഷനിലോട്ട് വന്നേക്കുവാണ്. നമ്മൾ ആ ബില്ലടച്ച ബില്ലിപ്പുറത്ത് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അവർ പാക്ക് ചെയ്ത് ഓരോന്നും തരുവാണ്. മക്കൾക്കൊക്കെ ഓരോ കൂട് കിട്ടിയപ്പോൾ അവർക്കൊക്കെ സന്തോഷമായി കേട്ടോ. ഒരു സന്തോഷമല്ലേ അല്ലേ? ഇതേ കടയുടെ പേര് കണ്ടോ, മഹാലക്ഷ്മി സിൽക്സ് എന്നാണ് പേര്. എല്ലാ സ്റ്റാഫുകളും എല്ലാം നല്ല സന്തോഷത്തോടെ നമ്മളോട് പെരുമാറുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇതെല്ലാം പാക്ക് ചെയ്ത് കിട്ടുന്നതൊക്കെ ആയിട്ട് ഞങ്ങൾ ഓരോരുത്തരും ഓരോ കവറിലൊക്കെ പിടിക്കണം. അവർ പിന്നെ ഓരോന്ന് പാക്ക് ചെയ്യുമ്പോൾ നമ്മളെ കാണിച്ചു തന്നാണ് പാക്ക് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ കിട്ടിയ ഗിഫ്റ്റാണേ. കണ്ടോ, ഗിഫ്റ്റ് എന്താണെന്ന് ഞങ്ങൾ നോക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഇനി കടയിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണേ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു ഡ്രസ്സ് പർച്ചേസിങ് ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ. ആ പടത്തിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ. എല്ലാം നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ് അവിടെ ഉള്ളത്. അവിടേക്ക് ഇങ്ങോട്ട് കാണിച്ച് അവിടേക്ക് അവിടെ നോക്കട്ടെ. ആഞ്ചല ഇങ്ങ് വന്നേ. അത് വണ്ടി വന്ന് അതൊരു അല്ല, ഇത് മറ്റേ നമ്മുടെ മറ്റടുത്ത് നിർത്തതില്ലേ? അവിടെ പോകാൻ പറ്റുമോ? അതിനുവേണ്ടി ഗ്യാപ്പുണ്ട്. ഇവിടെ വണ്ടി കൊണ്ടുവന്ന് ഇട്ടാ മതിയായിരുന്നു. അവര് കൊണ്ടുപോയിക്കോളും, പാർക്ക് ചെയ്തോളൂ. വരുമ്പോഴും അവര് എടുത്തോണ്ട് വരും. അങ്ങനെയായിരുന്നു, നമുക്ക് അറിയത്തില്ലല്ലേ. അല്ല ഇവിടെ വന്നാൽ നമ്മൾ ഇറങ്ങിയാൽ മതി. അവര് കൊണ്ടുപോകണ്ട, അവർ ഷാപ്പ് കൊണ്ടുപോകും. ഇവരെവിടെ കൊണ്ടുപോയി? നമ്മള് കൊണ്ടുപോയിട്ട് നമുക്ക് അങ്ങോട്ടല്ലേ വേണ്ട, കോട്ടയല്ലേ അങ്ങോട്ട് പോകണം. ഭക്ഷണം മസാല ദോശയൊന്നും വേണ്ട, ഉച്ചക്ക് ഭക്ഷണം. എന്നാത്തിനുള്ളടേ ഈ പാട്ട്? എനിക്ക് ആ പാട്ട് കേൾക്കണത് കരിയാ. അതിന്റെ ടോപ്പ് 10 പാട്ടാണത്. പക്ഷെ അത് എന്നാത്തിനുള്ള എനിക്ക് ഭയങ്കര എന്തെങ്കിലും ഒരു ഇതുണ്ട്. മക്കൾ അവിടെ ഇരുന്ന് പാട്ട് പാടുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് കോപ്പിറൈറ്റിങ് വരാതിരിക്കാൻ വേണ്ടി മ്യൂട്ട് ചെയ്തതാണേ. മക്കളുടെ ഒരു സന്തോഷമല്ലേ. ഇല്ല, ഫ്രൈഡ് റൈസ് ഇല്ല, കഞ്ഞിയും പയറും. ഈ പാട്ട് പാടിയ കഞ്ഞിയും പയറും.
ഞാനിപ്പോ ഇവരുടെ കൂടെ ഗോപി ചെമ്മണൂര് വേണ്ടല്ലേ? ഗോപി ചെമ്മണൂര് വേണ്ടല്ലോ. ആ സമയമാട്ടാ കോട്ടയത്ത്. ഇതാകുമ്പോ ഓണത്തിന് വല്ല ഓഫറും ഉണ്ട് മക്കള് ഗോൾഡ് കോയിൻ അവർക്ക് ഗോൾഡ് ചില്ല് മാത്രം എല്ലാവർക്കും മതി, സ്വർണ്ണമാലയൊന്നും വേണ്ട. ചില്ല് മാത്രം മേടിക്കണമെങ്കിൽ വല്ല ഗ്ലാസ് കടയിൽ പോയാൽ മതിയടാ. ഇതിന് അങ്ങോട്ട് സ്വർണ്ണക്കടയിൽ പോകാം. ഗോൾഡ് കോയിനാ വേണ്ടേ, ചില്ലറ ശേഖരത്തിൽ ഇടാനാണ്. ഗോൾഡ് കോയിന് കൊള്ളാം. വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾക്കിത്. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഈ ദിവസം ചെലവഴിച്ചത്. അല്ലമടി തന്നെ പോയാൽ മതി, വലിയ ദിവസങ്ങൾ പോകണം. ശരിയാ ശരിയാന്ന് പറയാൻ പറ്റില്ല. എന്നാ വേണ്ട അതിനെ പോകണ്ടോ, തലോക്കി പോയി തയ്ക്കാൻ കൊടുക്കണ്ടേ, തയ്ച്ചു കൊടുക്കണ്ടല്ല. ശരിയാ. തയ്ച്ചൊന്നും കിട്ടൂല. വളരെ സന്തോഷം നിറഞ്ഞ ഞങ്ങളുടെ ഒരു ദിവസമാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള ആ ദിവസം തന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട് പോയി. അപ്പം മഹാലക്ഷ്മി സിൽക്സ് ഏറ്റുമാനൂരാണ് പോയത്. വളരെ നല്ലൊരു കടയായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ കോട്ടയം ജോസ്കോയിലോട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് എല്ലാവർക്കും വിശപ്പായത് കാരണം കട എവിടെയെങ്കിലും കയറി നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ നോക്കി പോവാണ് കേട്ടോ. ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കേട്ടോ. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ. താങ്ക് യു ഓൾ ഡിയർ ഫ്രണ്ട്സ്.